നമസ്കാരം. അടിയന്തരാവസ്ഥയുടെ കാലത്ത് KSFE-യിൽ ജോലി ചെയ്തിരുന്ന ആളാണ് പിൽക്കാലത്ത് ചലച്ചിത്ര സംവിധായകനായി മാറിയ ലെനിൻ രാജേന്ദ്രൻ. അക്കാലത്ത് ദേശാഭിമാനിയുടെ എഡിറ്റ് പേജിൽ അദ്ദേഹം ലേഖനങ്ങൾ എഴുതിയിരുന്നു. പത്രങ്ങൾക്ക് കർശന നിയന്ത്രണങ്ങളുള്ള സമയമായിരുന്നു അത് എന്നറിയാമല്ലോ. ഓരോ ദിവസവും പത്രം ഇറക്കുന്നതിന് മുമ്പ് സെൻസർ ചെയ്യാൻ ചുമതലക്കാരനായ ഉദ്യോഗസ്ഥൻ കണ്ടിരിക്കണം എന്നതാണ് വ്യവസ്ഥ. അദ്ദേഹം അനുമതി തരാത്ത വാർത്തകൾ ഒന്നും പ്രസിദ്ധീകരിക്കാൻ അനുവാദമുണ്ടായിരുന്നില്ല. പിടിക്കപ്പെട്ടാൽ പിറ്റേന്ന് പത്രം പൂട്ടിക്കെട്ടും. അക്കാലത്ത് ജവഹർലാൽ നെഹ്റുവിന്റെ വാക്യങ്ങളൊക്കെ ദേശാഭിമാനി ഉദ്ധരണികളായി ചേർക്കും. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ കൊട്ടേഷൻ ഒക്കെ കട്ട് ചെയ്ത് കളയും. സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നെഹ്റു പറഞ്ഞ കാര്യങ്ങളൊക്കെ മുറിച്ചു നീക്കും എന്നർത്ഥം. ലെനിൻ രാജേന്ദ്രൻ എഴുതിയ ആ ചുവന്ന കാലത്തിന്റെ ഓർമ്മയ്ക്ക് എന്ന പുസ്തകത്തിൽ ഈ അവസ്ഥയെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് രസകരമായാണ്. മകൾ ഭരണാധികാരിയായിരിക്കുന്ന രാജ്യത്ത് അച്ഛന്റെ വാക്കുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തുന്നതായിരുന്നു അടിയന്തരാവസ്ഥ. ഈ സമയത്താണ് ലെനിൻ രാജേന്ദ്രന്റെ ലേഖനങ്ങളും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നത്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, ജർമ്മൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ റോസ ലക്സംബർഗ്, ഗബ്രിയേൽ പെറി എന്നിവരെ കുറിച്ചൊക്കെ ആയിരുന്നു എഴുത്ത്. സ്വദേശാഭിമാനിയുടെ രാജാവിനെയും ദിവാനെയും ചാട്ടവാർ കൊണ്ട് അടിക്കണം എന്നൊക്കെയുള്ള പ്രയോഗങ്ങളും റോസയുടെയും മറ്റും വിപ്ലവകരമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനങ്ങളുമൊക്കെ ഈ ലേഖനങ്ങളിൽ നിറഞ്ഞു നിന്നു. സാമാന്യത്തിലധികം വലിപ്പമുണ്ടായിരുന്നതിനാൽ അതൊന്നും കണ്ണിൽ പെടാതെ അച്ചടി മഷി പുരണ്ടു. ഒടുവിൽ എഴുത്തുകാരനെ സെൻസർ തിരിച്ചറിഞ്ഞു. ലെനിന്റെ ഏക വരുമാന മാർഗമായിരുന്ന KSFE-യിലെ ജോലി നഷ്ടപ്പെടാൻ ഇതുതന്നെ ധാരാളം. അത്രയുമായപ്പോൾ എഴുത്തു നിർത്താൻ ദേശാഭിമാനി സീനിയർ സബ് എഡിറ്ററായിരുന്ന പത്മനാഭൻ ലെനിൻ സാറിനോട് ആവശ്യപ്പെടുകയായിരുന്നു. അങ്ങനെ ലെനിൻ രക്ഷപ്പെട്ടു. ഇക്കാലത്ത് ദേശാഭിമാനിയിൽ തന്നെ രസകരമായ മറ്റൊരു സംഭവവും ഉണ്ടായി. കോയമ്പത്തൂരിൽ കൊടുംചൂടിൽ താറാവുകൾ കൂട്ടത്തോടെ ചത്തു. ഈ വാർത്ത പത്രത്തിൽ വരുന്നു. തിരുവനന്തപുരത്ത് ദേശാഭിമാനിയുടെ സെൻസറിങ്ങിന് ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ ആ വാർത്ത വെട്ടിമാറ്റി. അടിയന്തരാവസ്ഥ കാലത്ത് താറാവുകൾ കൂട്ടത്തോടെ ചാകാൻ പാടില്ല എന്നായിരുന്നു നിയമം. അക്കാലത്ത് കാഥികൻ വി സാംബശിവന്റെ നാളെ മുതലുള്ള എല്ലാ പരിപാടികളും റദ്ദാക്കിയിരിക്കുന്നു എന്നൊരു പരസ്യം ദേശാഭിമാനിയിൽ വരുന്നു. ഈ പരസ്യത്തിൽ നിന്നും സാംബശിവൻ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് വായനക്കാർ മനസ്സിലാക്കണം. കാരണം അറസ്റ്റ് വാർത്തകൾ പ്രസിദ്ധീകരിക്കാൻ അന്ന് അനുവാദമുണ്ടായിരുന്നില്ല. ഇത്തരം ചില തന്ത്രങ്ങളിലൂടെയാണ് മാധ്യമങ്ങൾ അന്ന് സെൻസറിങ്ങിനെ മറികടന്നത്.